ഹായ്, ഞാൻ ഡോക്ടർ ധനൻ. ഷോൾഡർ ജോയിൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റുകളുള്ള ഒരു ജോയിൻറ്റ്. അങ്ങനെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയും ആ ജോയിൻറ്റിനുണ്ട്. നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിലെ പെയിനിന് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺ ആണ് ബേഴ്സൈറ്റിസ്. എന്താണ് ബേഴ്സ എന്നറിഞ്ഞാൽ നമുക്ക് ബേഴ്സൈറ്റിസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ബേഴ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ ടെൻഡൻസ് ബോണിന് എഗെയിൻസ്റ്റായിട്ട് ഗ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ബാഗ് ഫിൽഡ് വിത്ത് ജെല്ലി ആണ് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേഴ്സ. അപ്പോൾ അതിനുണ്ടാവുന്ന ഇൻഫ്ലമേഷനാണ് ബേഴ്സൈറ്റിസ്. നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഷോൾഡർ ജോയിൻറ്റിലെ മൂവ്മെൻറ്റുകളുടെ സമയത്ത് റൊട്ടേറ്റർ കഫാണ് ഈ ഹ്യൂമറൽ ഹെഡിനെ സെൻട്രലൈസ് ചെയ്ത് പിടിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യെ ഉയർത്താനായിട്ട് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ഈ എല്ലിനെ കുറച്ച് താഴേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനിടയിൽ അഡിക്വേറ്റ് സ്പേസ് ഉണ്ടാവുകയും നമുക്ക് കൈ വേദന കൂടാതെ ഉയർത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് വീക്കായി കഴിഞ്ഞാൽ ഈ മസിൽസിന് ഈ എല്ലിന് താഴേക്ക് അഡിക്വേറ്റ്ലി പുഷ് ഡൗൺ ചെയ്യാൻ പറ്റില്ല കയ്യെ ഉയർത്തുമ്പോൾ. അപ്പോൾ ഹ്യൂമറൽ ഹെഡ് മുകളിലേക്ക് പൊങ്ങുകയും അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ബേഴ്സയെ സ്ക്വീസ് ചെയ്യുകയും ചെയ്യും, വിച്ച് കോസസ് ബേഴ്സൈറ്റിസ്. അപ്പോൾ ഈ ബേഴ്സൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സിംറ്റമാണ്, എന്ന് വെച്ചാൽ ഒരു പനിയോ തലവേദനയോ പോലെയാണ്. അതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും ട്രീറ്റ് ചെയ്യേണ്ടതും. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം ഒരു റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന തേയ്മാനമാവാം. സോ ഈ കാരണം എന്താണെന്നനുസരിച്ചിട്ടാണ് നമ്മളതിൽ സർജറി വേണോ സർജറി വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. താങ്ക് യു.